അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ് യൗമുൽ ജുമുഅ, ജുമുഅ ദിവസം. അതിനാൽ നാം ജുമുഅ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുന്നു. സ്വലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജുമുഅ ദിവസത്തിൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നേരിട്ട് തന്നെ എത്തുന്നതായ സ്വലാത്തുകളാണ്. അതേസമയം മറ്റ് ദിവസങ്ങളിൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ അതൊരു മലക്ക് മുഖേനയാണ് എത്തപ്പെടുന്നത്. അങ്ങനെ നാം മൻ സ്വല്ലാ അലൈഹി അശറ സലവാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് നാം ചൊല്ലിയാൽ 10 സ്വലാത്ത് ചൊല്ലിയതായ കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നാം ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക. സ്വലാത്ത് എന്നുള്ളതായ അമൽ ഒരിക്കലും അത് തട്ടപ്പെടുകയില്ല. അതേസമയം മറ്റു അമലുകളൊക്കെ തട്ടപ്പെടുന്നതാണ്. വൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ട് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ തമാശയ്ക്കായിട്ട് സ്വലാത്ത് ചൊല്ലിയാലും അത് സ്വീകരിക്കപ്പെടുന്നതാണ്. ഏറ്റവും ആത്മാർത്ഥമായിട്ട് നാം ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർണം കിട്ടുന്നതാണ്. അതിലും കുറഞ്ഞ ആത്മാർത്ഥതയാണെങ്കിൽ വെള്ളി കിട്ടുന്നതാണ്. അതിലും കുറഞ്ഞ ആത്മാർത്ഥതയാണെങ്കിൽ വെങ്കലം കിട്ടുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കും. അങ്ങനെ നാം മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കൂടുതൽ മഹബ്ബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും അത്തീഉല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ സ്വലാത്തുകളെല്ലാം അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.